ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോളിനകത്ത് കോമൺ സെൻസ് വളരെ വലിയൊരു ഫാക്ടറാണ്. നമുക്ക് നമ്മുടെ ഈ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസിയിൽ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റും. അഥവാ നമുക്ക് കോമൺ സെൻസ് ഇല്ലെങ്കിൽ ജോബ് ക്വിറ്റ് ചെയ്തേക്കണം. കാരണം ഇത് വളരെയധികം കോമൺ സെൻസ് അത്യാവശ്യമുള്ള ഒരു ജോബാണ് നമ്മളിന്ന് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കർ എന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഒരു ഇൻഫെക്ഷൻ പോസിബിലിറ്റി ഉള്ള ഇപ്പോൾ ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ ട്യൂബ് ക്ലോറിസിസ് ടി ബി ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പല ഇൻഫെക്ഷൻസും നമ്മളുടെ റോൾ ലിമിറ്റ് ചെയ്താൽ അത് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. എല്ലാവരും ഇപ്പോൾ എല്ലാ പേഷ്യൻറ്റിനെയും നോക്കുകയും കാണുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളുടെ റോളിൻ്റെ അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനേക്കുള്ള ഹെൽത്ത് കെയർ റെസ്പോൺസിബിലിറ്റീസിൻ്റെ ലിമിറ്റേഷൻസ് ഫിക്സ്ഡ് ആയിരിക്കണം. ലിമിറ്റഡ് പേഴ്സൺസ്, ലിമിറ്റഡ് സർവീസസ് ആണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്, എക്സ്പോഷർ കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ. സോ IPC 8C, the organization implements work restrictions for healthcare providers with the transmittable ഇൻഫെക്ഷൻസ്. നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസ് ആണെങ്കിൽ ഇതൊരു അച്ചീവ്മെൻ്റ് ആണ്, നിർബന്ധ ബുദ്ധി നടക്കും. പക്ഷേ നമുക്ക് അഡക്വറ്റ് സ്റ്റാഫ് സ്ട്രെങ്ത് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്മിഷൻ ഉണ്ട് എന്നുറപ്പുള്ള ഏരിയയിലേക്കുള്ള എംപ്ലോയീസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാം. അവർക്ക് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കുന്നതിന് അത് എളുപ്പമാണ്. അവർ റിപ്പോർട്ട് ചെയ്യണം അത്തരത്തിലൊരു പോസിബിലിറ്റീസ് അവർ എക്സ്പോസ് ആയിട്ടുണ്ട് എങ്കിൽ ആ എക്സ്പോസ്ഡ് ആയ കാര്യം റിപ്പോർട്ട് ചെയ്യണം. അത് ഒരിക്കലും ഒരു പെനാൽറ്റി അടിക്കാനുള്ള സാഹചര്യത്തിനല്ല റിപ്പോർട്ട് ചെയ്യുന്നത്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ കോമൺ സെൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. IPC 8C, the organization implements work restrictions for healthcare providers with transmissible infections.